ഗുഡ് മോർണിംഗ്. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് ക്ലാമ്പർ സർക്യൂട്ടുകളാണ്. എന്താണ് ഇലക്ട്രോണിക്സിൽ ക്ലാമ്പർ സർക്യൂട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. നമ്മുടെ എയിം ടു കൺസ്ട്രക്റ്റ് ഡിഫറെൻറ്റ് ക്ലാമ്പർ സർക്യൂട്ട്സ് ആൻഡ് വെരിഫൈ ദ വേവ് ഫോംസ്. വ്യത്യസ്ത തരത്തിലുള്ള ക്ലാമ്പർ സർക്യൂട്ടുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുക, അതിൻ്റെ വേവ് ഫോം ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള ക്ലാമ്പർ സർക്യൂട്ടുകളാണ് നാം ചെയ്യുന്നത്. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ഫോംസ് CRO ഉപയോഗിച്ചിട്ട് നാം ഒബ്സർവ് ചെയ്യുകയും അവ പ്ലോട്ട് ചെയ്യുകയും വേണം. അതാണ് നമ്മുടെ എയിം. ചെയ്യാൻ ആവശ്യമായ കമ്പോണൻസ്: റെസിസ്റ്റർ 1K, ഇത് 1 നമ്പർ, കപ്പാസിറ്റർ 100 മൈക്രോഫാരഡ്, ഡയോഡ് 1N4001, ബ്രെഡ് ബോർഡും അതുപോലെ കണക്റ്റിംഗ് വയേഴ്സും. ഇനി ഇതിൻ്റെ തിയറി പാർട്ടിൽ വരുന്നത്, ഒരു ക്ലാമ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. ഇതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. നാം കൊടുക്കുന്ന സിഗ്നലിലെ AC സിഗ്നലിലെ DC ലെവൽ ചേഞ്ച് ചെയ്യുന്ന, നമുക്ക് ആവശ്യമായ ഡിസൈഡ് ലെവലിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. പക്ഷേ ഇവിടെ സിഗ്നലിൻ്റെ ഷേപ്പിനെ ഒരു മാറ്റവും വരുത്തുന്നില്ല. ആ രൂപത്തിൽ DC ലെവൽ മാത്രം അപ്പ് ഡയറക്ഷനിലോ ഡൗൺ ഡയറക്ഷനിലോ മാറ്റം വരുത്തുന്ന രീതിയിലുള്ള സർക്യൂട്ടുകളാണ് ക്ലാമ്പർ സർക്യൂട്ട്. ആ പേര് തന്നെയുണ്ട്, ക്ലാമ്പിംഗ് ആണ്. ഒന്നുകിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ ക്ലാമ്പ് ചെയ്യുന്ന സർക്യൂട്ടുകൾ. ചുരുക്കത്തിൽ നാം കൊടുക്കുന്ന AC സിഗ്നലിനെ മൊത്തത്തിൽ മുകൾ ഭാഗത്തേക്കോ അല്ലെങ്കിൽ താഴ്ഭാഗത്തേക്കോ മൂവ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ക്ലാമ്പ് ചെയ്യിക്കുന്ന സർക്യൂട്ടുകൾ, അവ പോസിറ്റീവ് പീക്കിലേക്കോ നെഗറ്റീവ് പീക്കിലേക്കോ ആവാം മൂവ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള സർക്യൂട്ടുകളാണ് ക്ലാമ്പർ സർക്യൂട്ടുകൾ. ഇവിടെ നാം കൊടുക്കുന്ന AC സിഗ്നലിലേക്ക് DC കമ്പോണൻറ്റിനെ അവ ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തിട്ടോ ആണ് ഈ സർക്യൂട്ട് നാം ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരം ക്ലാമ്പറാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് പോസിറ്റീവ് ക്ലാമ്പർ, അതുപോലെ രണ്ടാമത് നെഗറ്റീവ് ക്ലാമ്പർ. അപ്പോൾ പോസിറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഭാഗം 0 ലെവലിനേക്കാളും മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും. ഇനി ഇത് നെഗറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ ആ സിഗ്നലിൻ്റെ പോസിറ്റീവ് ഭാഗം, സിഗ്നലിൻ്റെ പോസിറ്റീവ് 0 ലെവലിനേക്കാളും താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് അത് പോസിറ്റീവ് ക്ലാമ്പറാണോ നെഗറ്റീവ് ക്ലാമ്പറാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ആദ്യം പോസിറ്റീവ് ക്ലാമ്പർ എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് ക്ലാമ്പർ. അപ്പോൾ ക്ലാമ്പർ ചെയ്യാൻ ആവശ്യമായ, പോസിറ്റീവ് ക്ലാമ്പർ ചെയ്യാനായാലും നെഗറ്റീവ് ക്ലാമ്പർ ചെയ്യാൻ ആവശ്യമായ കമ്പോണൻസ് എന്ന് വെച്ചാൽ, ആദ്യം ഒരു Vin വേണം, സപ്ലൈ വോൾട്ടേജ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കപ്പാസിറ്റർ 100 മൈക്രോഫാരഡാണ്, ഡയോഡ്, ലോഡ്, റെസിസ്റ്റർ. ഇത്രയാണ് കമ്പോണൻറ്റ്. ഇവിടെ ഡയോഡ് എന്നുള്ളത് ലോഡിനോട്, ഔട്ട്പുട്ട് ലോഡിനോട് അഥവാ റെസിസ്റ്ററിനോട് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ക്ലാമ്പർ എപ്പോഴാണോ ഡയോഡ്
കണ്ടക്ട് ചെയ്യുന്നത് ആ സമയത്ത് ഔട്ട്പുട്ടിൽ ഒരു സിഗ്നലും ലഭ്യമല്ല. എപ്പോഴാണോ ഡയോഡ് റിവേഴ്സ് ബയാസ് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യാതിരിക്കുന്നത്, കൊടുക്കുന്ന സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യുന്നത്, ആ സമയത്ത് ഔട്ട്പുട്ടിന് അക്രോസ് അഥവാ റെസിസ്റ്ററിന് അക്രോസ് സിഗ്നൽ ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ക്ലാമ്പറിൻ്റെ വർക്കിംഗ്. അപ്പോൾ പോസിറ്റീവ് ക്ലാമ്പർ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ഡയോഡ് ലോഡിന് പാരലലാണ്. ഡയോഡ് റിവേഴ്സ് ബയാസ് ആയി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിൽ സിഗ്നൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത്, ഈ പോസിറ്റീവ് ക്ലാമ്പറിലാണ് പറയുന്നത്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയാസാണ്. ആ സമയത്ത് അവിടെ ഡയോഡ് കണ്ടക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ കപ്പാസിറ്റർ ചാർജിങ് റേറ്റിലേക്ക് പോവില്ല. തുടക്കമായതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ ചാർജിങ് മോഡിലല്ലാത്തത് കൊണ്ട് തന്നെ ലോഡിന് അക്രോസ് തുടക്കത്തിൽ സിഗ്നലൊന്നും കൺസിഡർ ചെയ്യില്ല. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ സമയത്ത് ഡയോഡ് ഫോർവേഡ് ബയാസാണ്. ആ സമയത്ത് കപ്പാസിറ്റർ മാക്സിമം വോൾട്ടേജിലേക്ക് VM-ലേക്ക് ചാർജ് ആവുന്നു. ഇൻവേഴ്സ് പൊളാരിറ്റിയിൽ മാക്സിമത്തിലേക്ക് ചാർജ് ആവുന്നു. കപ്പാസിറ്റർ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കപ്പാസിറ്ററാണ് ചാർജിങ്ങിലേക്ക് വരുന്നത്. ആ സമയത്ത് ലോഡിന് അക്രോസ് സിഗ്നലൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ഈ സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് വരിക. അതുകൊണ്ട് തന്നെ ഡയോഡിലൂടെ കണ്ടക്ഷൻ നടക്കാത്തത് കൊണ്ട് ആ സമയം നമ്മൾ ആദ്യം ചാർജ് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ VM-ലേക്കാണ് ചാർജ് ചെയ്തിരുന്നത്. അപ്പോൾ നാം കൊടുത്തിരിക്കുന്ന ഈ സിഗ്നൽ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുന്ന VM-ഉം രണ്ട് VM-ഉം കൂടെ അവസാനം ഔട്ട്പുട്ട് എന്നുള്ളത് Vout VM പ്ലസ് VM 2VM എന്ന രീതിയിലേക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ സിഗ്നൽ വരുന്നു. അതാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ 2VM-ലേക്കും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ അതിൻ്റെ DC ലെവൽ 0-ലേക്കും വരുന്നു. അതായത് സിഗ്നൽ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്താണ് അതിനെ പോസിറ്റീവ് ക്ലാമ്പർ എന്ന് വിളിക്കുന്നത്. ഇനി നെഗറ്റീവ് ക്ലാമ്പർ പറയുന്നുണ്ട്. നെഗറ്റീവ് ക്ലാമ്പർ പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആ സിഗ്നലിൻ്റെ അതിൻ്റെ പോസിറ്റീവ് ഭാഗം 0 ലെവലിനേക്കാൾ താഴേക്ക് വരും. താഴേക്കാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ആ സിഗ്നലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ രീതിയിൽ ഔട്ട്പുട്ട് ലഭിക്കുന്ന ക്ലാമ്പർ സർക്യൂട്ടാണ് നെഗറ്റീവ് ക്ലാമ്പർ. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ തന്നെ ഡയോഡ് ഫോർവേഡ് ബയാസാണ്. കാരണം നേരത്തെ വെച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഡയോഡ് വെച്ചിരിക്കുന്നത്. ആ ഡയോഡിൻ്റെ ഡയറക്ഷൻ തന്നെയാണ് ആ സർക്യൂട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ ക്ലാമ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റർ VM-ലേക്ക് ചാർജ് ആവുന്നു. ഇൻവേഴ്സ്ലി പൊളാരിറ്റിയിൽ ചാർജ് ആവുന്നു. ഇനി നെക്സ്റ്റ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ആ സമയത്ത് ഡയോഡ് റിവേഴ്സ് ബയാസിലേക്ക് മടങ്ങുന്നു. ആ സമയം എന്തായാലും ഡയോഡിലൂടെ കണ്ടക്ഷൻ ഉണ്ടാവില്ല. അതിലൂടെ കണ്ടക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ലോഡിന് അക്രോസ് അഥവാ ഇവിടെ റെസിസ്റ്ററിന് അക്രോസ് ആണ് സിഗ്നൽ ലഭിക്കുന്നത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത്. അതേസമയം തന്നെ ഡയോഡ് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് VO -VM പ്ലസ് -VM എന്നുള്ള കേസ് വരുന്നു. അങ്ങനെ -2VM എന്നുള്ള രീതിയിലാണ്
നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് നമുക്ക് സിഗ്നൽ ലഭിക്കുന്നത് DC ലെവൽ താഴേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ സമയത്ത് ലഭിക്കുന്ന വേവ് ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഡയോഡാണ് തീരുമാനിക്കേണ്ടത്. അത് പോസിറ്റീവ് ക്ലാമ്പറാണോ നെഗറ്റീവ് ക്ലാമ്പറാണോ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ ബയാസ്ഡ് ക്ലാമ്പറും കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ആവശ്യമായ വോൾട്ടേജ് ലെവലിലേക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് ക്ലാമ്പറിനെ ഷിഫ്റ്റ് ചെയ്യിക്കാം. അപ്പോൾ ആവശ്യമായ രീതിയിലുള്ള വോൾട്ടേജ് ബയാസ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈഡ് വോൾട്ടേജിലേക്ക് അപ്പായിട്ടും ഡൗണായിട്ടും അഥവാ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഷിഫ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാമ്പർ സർക്യൂട്ടുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് ബേസിക് ക്ലാമ്പർ സർക്യൂട്ടുകൾ. ഒന്ന് പോസിറ്റീവ് ക്ലാമ്പർ, നെഗറ്റീവ് ക്ലാമ്പർ. ബയാസ്ഡ് ക്ലാമ്പർ എന്ന് പറയുന്നത് ഈ പോസിറ്റീവിലേക്ക് ബയാസിങ് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ബയാസ്ഡ് ക്ലാമ്പർ ആയി കഴിഞ്ഞു നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് ക്ലാമ്പറും നെഗറ്റീവ് ബയാസ്ഡ് ക്ലാമ്പറും. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട്. എന്തിനാണ് ഈ ക്ലാമ്പർ ഉപയോഗിക്കുന്നത്? ഇപ്പോൾ ലെവൽ ഷിഫ്റ്റിംഗ് സർക്യൂട്ടുകളുണ്ടാവും. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ആവശ്യമുള്ള റിസൈഡൽ വോൾട്ടേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന അതിൻ്റെ മാക്സിമം വോൾട്ടേജ് ആവശ്യമായ രീതിയിലുള്ള സർക്യൂട്ടുകൾ ലെവൽ ഷിഫ്റ്റർ സർക്യൂട്ടിലാണ് ഇത് ആവശ്യം വരുന്നത്. അതുപോലെ DC റീസ്റ്റോർസ് എന്ന് പറയുന്നത്, അതായത് DC ലെവലാണല്ലോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും. അപ്പോൾ ആ രീതിയിലുള്ള ആവശ്യമുള്ള സർക്യൂട്ടുകളിൽ അതിന് ആവശ്യാനുസരണം ബയസിങ് വോൾട്ടേജ് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലേക്ക് സിഗ്നലിനെ ഷിഫ്റ്റ് ചെയ്യുന്ന സർക്യൂട്ടുകളാണ് ക്ലാമ്പർ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സിഗ്നലിൻ്റെ ഷേപ്പിന് ഒരു വ്യത്യാസം വരുന്നില്ല. നേരെ മറിച്ച് ഒരു ക്ലിപ്പർ സർക്യൂട്ട് ആണെങ്കിൽ അതിൽ സിഗ്നൽ ഷേപ്പിന് വ്യത്യാസം വരുന്നുണ്ട്. ഡിസൈഡ് വോൾട്ടേജിന് ശേഷം അഥവാ കട്ടാവുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളെടുത്ത ക്ലിപ്പർ സർക്യൂട്ടിൻ്റെ വർക്കിംഗ്. പക്ഷേ ഇവിടെ നേരെ മറിച്ച് സിഗ്നലിൻ്റെ ഷേപ്പിന് യാതൊരു വ്യത്യാസം വരുന്നില്ല. പക്ഷേ DC വോൾട്ടേജ് ലെവലിനാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. ഈ കാര്യങ്ങളാണ് മെയിനായിട്ടുള്ള രണ്ട് സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം.